ചെയ്യുന്ന അല്പം ചീപ്പാണോ? എന്റെ ലീലാവതി, നിലവിലെ ഭരണത്തെ താറടിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യണം. ഇതെല്ലാം ഇങ്ങനെ കിടക്കണ കാണുമ്പോ ആൾക്കാര് പ്രസിഡന്റിന് തെറി വിളിക്കും. ഇതെന്തോന്ന്? നേരത്തെ ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്നൊരു വഴി തടയല്ല. അയ്യോ, അതും പോയി. അയ്യേ, ഉന്നം പഴയതുപോലെ ശരിയാവണേ ഇല്ല. അതെ. അങ്ങനെ മറ്റൊരാളെ ഇടിച്ചു താഴ്ത്തി കാണിക്കാൻ എന്തൊക്കെ ത്യാഗങ്ങളെ നമ്മൾ അനുഭവിക്കുന്നല്ലേ? അതെ, ഇത് വല്ലതും പൊതുജനത്തിന് അറിയണോ? അമ്മേ പറഞ്ഞിട്ട് തുറയടാ. നട്ടില്ല. കാറില് ടാക്സിയാണ്. ടാക്സിയാ? ഇതാ ഡേ നോക്ക്, എഴുതി വെച്ചിരിക്കുന്നത് നോക്ക്, സ്നേഹ ഗാർഡൻസ്. ഡേ ഇതേ ഔദ്യോഗിക കാറാണ്, ഔദ്യോഗിക കാർ, പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാർ. സത്യമാണ്? അടിപൊളി തന്നെ. സജ്ജി കിട്ടിയതല്ലേ? എടാ സുഗുണ, ഇതാണ് അധികാരത്തിന്റെ ഒരു പ്രത്യേകത. ഉപയോഗിക്കേണ്ടത് അധികാരമുള്ളവർ, പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മളെ പോലുള്ളവർ. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ? മോളിലത്തെ നല്ല സർവ്വസജ്ജമാണ്, സുസജ്ജം. ഞാനിവിടെ മാക്സിമം പറഞ്ഞ് ഇളക്കുന്നുണ്ട്. അധികം വൈകാതെ ഞങ്ങൾ അങ്ങോട്ട് വരും. ഓക്കെ, കുറച്ച് സാധനങ്ങൾ എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. സാധനങ്ങൾ എടുത്ത് മീനും വാങ്ങിച്ച് പച്ചക്കറി വാങ്ങിച്ച് ബീച്ച് വഴി വേണം എനിക്ക് പോകാൻ. എന്ത് സൂണ അന്തം വിട്ട് നോക്കുന്നില്ല? ഇത് കണ്ട മൊബൈൽ ലേറ്റസ്റ്റ് ആണ്, ലേറ്റസ്റ്റ്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഹലോ, കാറ് കണ്ടിട്ടില്ലേ? അംബാസഡർ അല്ലേ, ബെൻസ് ഒന്നുമല്ലല്ലോ. അതെ അതെ, തൽക്കാലം ഇയാള് പോ.
എന്താ നാത്തൂനെ അവിടെ? ഏ ഏ വെറുതെ നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സുറപ്പിക്കുക. ഒന്നെങ്കിൽ സതിയെ എതിർക്ക്, അല്ലെങ്കിൽ സതി പോയത് ദുഃഖിക്കുക. സതിയുടെ വീടിനെ നോക്കി ദുഃഖിച്ചു നിന്ന് സതി ഇല്ലാത്ത വിഷമം പറയുന്നു. അതേസമയം അവർക്കെതിരെ ആ കുഞ്ഞുഞ്ഞുമയായിട്ട് ചേർന്ന് ഓരോ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. എന്തായത്? എനിക്കറിയാം. എന്നും എന്നെ കുറ്റപ്പെടുത്തില്ല നരട്ടൻ അവസാനിപ്പിക്കൂ. ഇല്ല നരട്ടാ, ഞാൻ വിടില്ല. അവൾ സ്വസ്ഥമായിട്ട് ഈ നഗർ ഭരിക്കില്ല. മറ്റൊരാളുടെ സ്വസ്ഥത ഇല്ലാതാകണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്വസ്ഥതയെ മാറ്റിവെക്കണം. എന്റെ സ്വസ്ഥത ഇല്ലാതായാലും സാരമില്ല. അങ്ങനെ അവള് സമാധാനത്തോടെ ഇരിക്കണ്ട. ദേ, ഇന്നു മുതൽ ഞങ്ങൾ നഗർ കെട്ടിടത്തിലേക്ക് പോകും. മിക്കവാറും പകൽ സമയം അവിടെ ആയിരിക്കും. സുഗുണനും ശാരദയും വേണമെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ തന്നെ താമസിച്ചോട്ടെ. എല്ലാം നിന്റെ ഇഷ്ടം. ആ കുഞ്ഞുഞ്ഞമ്മയുടെ ജോലിക്കാരി, ആ സൗഭാഗ്യ, അവരെ ആ വീട്ടിലേക്ക് കയറ്റി വിടണം. അവരെ വിചാരിച്ച ആ വീട് പകുതി കുളമാക്കാൻ പറ്റും. ഹലോ, ആരാ? ആര്? ആരാന്നാ ചോദിച്ചത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാലെങ്ങനെ മനസ്സിലാവും? ഓ, അങ്ങനെ. അപ്പൊ പഴയ ഭിത്തികളൊക്കെ പൊടി തട്ടിയെടുക്കുകയാണല്ലേ? ഈ സൗഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ജാട വേണ്ട. ഇപ്പൊ ഞാൻ അങ്ങോട്ട് മാറും. അയ്യോ, കടുങ്കൈ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. കടുങ്കൈ ഞാൻ ചെയ്യണോ? എല്ലാ അടവുകളും പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സൗഭാഗ്യലക്ഷ്മിയോടാണ് കളി. ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ, എന്റെ അമ്മോ, അയ്യോ, അയ്യോ, അമ്മാവാ, അമ്മാവാ. എന്താ കുട്ടി? എന്താ കുട്ടി? ഒരാൾ എന്നെ ഉപദ്രവിച്ചു. ആര്? ഒരു സ്ത്രീ. എന്നെ രക്ഷിക്കണം. എവിടെ? വടി എവിടെ? ഒരു പുരുഷനെ സംബന്ധിച്ച് ജീവിതത്തിൽ അസുലഭമായ സന്ദർഭമാണ് എനിക്ക് കരുതകമായിരിക്കുന്നത്. താൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയെ രക്ഷിക്കുക. എവിടെ? എവിടെയാ ദുഷ്ടവനിത? പറയൂ. കുടലേ, പാവം കുട്ടിയെ നീ ദ്രോഹിച്ചു അല്ലേ? നിന്നെ ഞാൻ ഇവിടെ
ഏതാണ്ട് അത് പറയൂ, തന്നെ, അത് തന്നെ. ആരാ നിങ്ങൾ? കുട്ടിയെ പേടിപ്പിച്ച് ആരെയും ഞാൻ വെറുതെ വിടില്ല. ആരാ നിങ്ങൾ? പറയൂ. ഞാനൊരു ഒറ്റപ്പെട്ട സ്ത്രീ, ജീവിതത്തിന്റെ ഇരുളിൽ ഒറ്റപ്പെട്ടു പോയൊരു പാവം സ്ത്രീ. അമ്മാവ മണ്ടക്കിട്ട് കൂടാടി കൊടുക്കമ്മാവ. എന്നെ കൊണ്ട് കൊടുങ്കൈ ചെയ്യിക്കണോ? ഇണങ്ങിയാൽ ഞാൻ മാൻപേടയാ, ഇടഞ്ഞാൽ ഞാൻ പുലിക്കുട്ടിയാ. പുലിക്കുട്ടി കേറ്റിക്കളയും ഞാൻ. അമ്മാവൻ എന്താ ആലോചിക്കണേ? കുട്ടി പറഞ്ഞത് സത്യമാണ്. കുട്ടി ഒറ്റപ്പെട്ട കുട്ടിയാണോ? അതെ, ഒരിടത്തും എനിക്ക് കൂട്ടുണ്ടായിരുന്നില്ല. ഒരിടത്തും. പലരും ജീവിതത്തിൽ സൗഭാഗ്യലക്ഷ്മിയെ തോൽപ്പിച്ചു പലവട്ടം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂട്ടുകൂടാമെന്നും പറഞ്ഞ് ഒരു രുക്മിണി എന്നെ തോൽപ്പിച്ചു. എന്താ അമ്മാവ? ഞാനും ഒറ്റപ്പെട്ടവനാണ് കുട്ടി, ഒറ്റപ്പെട്ടവൻ. അമ്മാവ പോ ഇങ്ങോട്ട്. പോ കുട്ടി ഇങ്ങോട്ട് പോ. അത് ശരി, ശത്രുപക്ഷം ചേരാനാണോ ചാടി കൂച്ചു വന്നത്? എന്നിട്ടെന്ത് കാര്യങ്ങൾ ചോദിക്കാത്തത്? അല്ല കുട്ടി, ആ കുട്ടി എന്നെ പോലെ ഒറ്റപ്പെട്ട കുട്ടിയാണെന്ന് കേട്ടപ്പോ എവിടെയോ ഒരു തേങ്ങൽ. എന്നാ അമ്മാവനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ കുട്ടി? ഞാനും ഒരു ഒറ്റപ്പെട്ടവള. ഈശ്വര, കൊടുക്കുമ്പോ ദൈവം വാരിക്കോരി കൊടുക്കുകയാണല്ലോ. അമ്മാവന് ഞാനൊരു നല്ല ഫ്രണ്ടിന്റെ സ്ഥാനം തന്നത്. സത്യം പറയാലോ, അമ്മാവനോട് സംസാരിക്കുമ്പോ എന്റെ മനസ്സിനൊരു വെളിച്ചം കിട്ടുമായിരുന്നു. കരയാതെ കുട്ടി, എന്നെ കൂടെ കരയിപ്പിക്കാതെ. ഒറ്റപ്പെട്ട കുട്ടി, ഇത് ലതാകുമാരി. ഒറ്റപ്പെട്ട മറ്റൊരു കുട്ടി. കുട്ടി ഏത് കുട്ടിയാ? എവിടുത്തെ കുട്ടിയാ? ഞാൻ ആരാണെന്നോ? ആ, ഞാൻ സ്നേഹനഗർ ഓഫീസിലെ കുക്ക്. കുഞ്ഞുഞ്ഞമ്മ മേഡം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാനായിരുന്നു ഇവിടുത്തെ കുക്ക്. കുഞ്ഞുഞ്ഞമ്മ മേഡത്തിന്റെ വീട്ടിലും ഞാനായിരുന്നു. കാലാകാലങ്ങളായി ഈ വീട് എന്റെ സ്വന്തം വീട് പോലെയായിരുന്നു. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ നാട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊന്നും അറിയാതിരുന്നത്. ഈ വീടിന്റെ അടുക്കളയിൽ എനിക്കൊരു അവകാശമുണ്ട്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല. ഇല്ല, ഇല്ല. ഞങ്ങൾ ശത്രു നിരക്കാരല്ല. ജീവിതത്തിന്റെ തുരുത്തുകളിൽ ഒറ്റപ്പെട്ടവരാ നമ്മൾ 3 പേര്. സത്യം, ഞാൻ തുറന്നു പറഞ്ഞത് ഇന്നാണെന്ന് മാത്രം. കുട്ടിക്കറിയാമോ, എന്നെ അധിക്ഷേപിച്ച് ഒരുപാട് പദപ്രയോഗങ്ങൾ നടത്തിയ കുട്ടിയായി ഈ കുട്ടി. പക്ഷെ ഇപ്പൊ ഈ കുട്ടിയുടെ മനസ്സ് മാറി. അമ്മാവ, എന്താ കുട്ടി? ഇണങ്ങിയാൽ ഞാൻ മാൻപേടയാ, ഉടക്കിയാൽ ഞാൻ സിംഹക്കുട്ടിയാ. സിംഹക്കുട്ടി. കുട്ടി, നമുക്കൊരു ധാരണ ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും മാറി മാറി ജോലി ചെയ്യുന്നു. കിട്ടുന്ന ശമ്പളം 2ആയി ഭാഗിക്കുന്നു. അല്ല, അതിപ്പോ സമ്മതിച്ചു സമ്മതിച്ചു. നമ്മൾ 3 ഒറ്റപ്പെട്ടവർ ഒന്നിക്കുന്നു. ആ കൈ ഇങ്ങട്, ആ കൈ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വലകിളക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് ഞൊറിയെടുക്കും എറിഞ്ഞെടുക്ക് ചേർക്കണേ. പ്രസിഡന്റിന്റെ അമ്മാവൻ ആ ഒരു സന്തോഷത്തിലായിരിക്കും. അല്ല ലീലാവതി, അല്ല. ജീവിക്കാൻ എനിക്ക് ആരൊക്കെ ഉണ്ടോന്നൊരു തോന്നൽ. ഞാൻ ഒറ്റയ്ക്കായിട്ടില്ല എന്നൊരു തിരിച്ചറിവ്. ഓ, എനിക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. അത് നേരാ. നാട്ടുകാർ മൊത്തം ഇനി ചുറ്റും കൂടാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. നഗരം നരകമായിട്ട് ഭരിച്ച് ലീലാവതി, കാര്യമൊക്കെ ശരിയാ. പക്ഷെ എന്റെ സതിമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് കേട്ടോ. അല്ല പിന്നെ നരേന്ദ്ര അല്ലേ? ശാരദയും സുഗുണനെയും അവിടെ തന്നെ താമസിക്കാൻ പറയാൻ പോവാ. അവരെ കൊണ്ട് സതിക്കെതിരെ ചില കാര്യങ്ങൾ നടത്തിക്കാനുണ്ട്.